പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഈ ഒരു സമയത്ത് ഏകദേശം ഒരു 5 മണി സമയത്ത് ഇത്രയധികം ജനങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. നല്ല ചൂടും പുറത്തൊക്കെ നല്ല ചൂടും അതുപോലെ പൊടിയൊക്കെ അടിക്കുന്ന ഈ സമയത്ത് അത്രയധികം ആൾക്കാരൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് സ്കൂളിലേക്ക് വന്നത്. പക്ഷെ ഇപ്പോഴെന്തോ ഒരു സന്ധ്യാസമയത്തിൻ്റെ ഒരു സാന്നിധ്യം പോലെ ഇങ്ങനെ നിബിഡമായ ജനസാന്നിധ്യം. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് മക്കളുടെ കൂടെ മക്കളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവരുടെ ഇടപെടലുകൾ കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു എന്നറിയുന്നത് ഒരുപാട് സന്തോഷം തരുന്നതാണ്. നമ്മൾക്കറിയാം പൊതുവിദ്യാലയങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാലയങ്ങൾ നമ്മൾ പഠിച്ച അതേ അവസ്ഥയിലല്ല, അതിൻ്റെ അകവും പുറവും സമൂലമായ പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളൊക്കെ നല്ല ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ളവരായി വളർന്നു വരാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രൈമറി കുട്ടികൾ ശീലങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രായമാണ് ഈ കുട്ടിക്കാലം എന്ന് പറഞ്ഞത്. അവരുടെ ശീലങ്ങൾ മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കുക, അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഭക്ഷണം കൃത്യമായി ഉപയോഗിക്കുക, വേസ്റ്റ് ചെയ്യാതിരിക്കുക, ഒപ്പം തന്നെ പ്രകൃതി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അങ്ങനെ ജൈവം അജൈവം ഇങ്ങനെ പലതരത്തിലുള്ള ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായം കൂടിയാണ് ഈ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, വീടുകളിൽ അവരെ നല്ല ശീലങ്ങൾ ഉള്ളവരാക്കി വളർത്തുക എന്നുള്ളതാണ്. നമ്മൾ എത്ര വലുതാവുമ്പോഴല്ല നമ്മൾ ഈ കാര്യങ്ങൾ കൊടുക്കുന്നത്. കുട്ടികളാവുമ്പോൾ കൊടുക്കുന്ന ശീലങ്ങൾ എത്ര വലുതായാലും അവരത് തുടർന്നു കൊണ്ടുപോയേയിരിക്കും. നല്ല സ്നേഹവും അതുപോലെ തന്നെ നല്ല നിർദ്ദേശങ്ങളും നല്ല ചിന്തകളും കാഴ്ചപ്പാടുമൊക്കെ ഉള്ളവരായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളതാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും നിങ്ങളുടെ കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കാനും അതുപോലെ തന്നെ ആഹ്ലാദിക്കാനും വേണ്ടി എൻ്റെ മുൻപിൽ ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ നിൽക്കുകയാണ്. പരിപാടികൾ ഗംഭീരമായി നടക്കട്ടെ. എല്ലാവിധ ആശംസകളും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്ന നിലയിൽ ഞാൻ നൽകുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി കണ്ടതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ സന്തോഷ് സാർ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രസംഗമൊന്നും പ്രതീക്ഷിക്കണ്ട, നമ്മളതിനല്ലല്ലോ കൂടിയിരിക്കുന്നത്. ഈ കൂട്ടായ്മ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നമ്മളിന്ന് ഒരുപക്ഷെ ഉച്ചയോടുകൂടി തന്നെ രക്ഷിതാക്കളും കുട്ടികളും എല്ലാം സ്കൂളിൽ വന്നു ചേർന്നു. ഈ വിദ്യാലയത്തിൽ മുൻപ് പഠിപ്പിച്ച അധ്യാപകർ വന്നു ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട വലിയൊരു കൂട്ടായ്മ, ഏയോ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ വന്നത്. തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആളുകളൊക്കെ കുറവായിരിക്കും, രാത്രിയോടുകൂടിയായിരിക്കും ആളുകൾ കൂടുതൽ വരിക എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. എന്തായാലും വലിയൊരു ആൾക്കൂട്ടത്തെ ഇവിടെ കാണുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷമുണ്ട്, അതാണ് പ്രധാനം. നമ്മളിന്ന് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെച്ചിരിക്കുകയാണ്. അവരുടെ കലാപരിപാടികൾ ആസ്വദിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ആയി നമ്മൾ കൂടിയിരിക്കുകയാണ്. നമ്മളുടെ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഇന്നലത്തെ ദിവസവും നാളത്തെ ദിവസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ അറിയാം, ഇന്ന് നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റെന്തൊക്കെയോ കാര്യങ്ങൾക്ക് നമ്മൾ അവധി കൊടുത്തിട്ടുണ്ടെന്ന്, നമ്മളുടെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ അവധി കൊടുത്തിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മളുടെ മൊബൈൽ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മളുടെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ, ഒരുപക്ഷെ നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെക്കാൻ നമ്മളുടെ കുട്ടികളുടെ ഇത്തരം പരിപാടികൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. വിദ്യാലയങ്ങളിലൊക്കെ ഇപ്പോൾ വാർഷികത്തിൻ്റെ ഒരു സമയമാണ്. എല്ലാ വിദ്യാലയങ്ങളും വാർഷികം നടക്കുകയാണ്. അത് വല്ലാത്തൊരു കൂട്ടായ്മയുടെ സുഖം നൽകുന്ന കൂടിച്ചേരലുകളായി അത് മാറുന്നുണ്ട്. അതിൻ്റെ സന്തോഷമുണ്ട്. അതിന് വേദിയാകാൻ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് സാധിക്കുന്നു. നമ്മളെ പ്രൈമറി വിദ്യാലയങ്ങളിലൊക്കെ വലിയ കൂട്ടായ്മയാണ് കാണുന്നത്. എവിടെയൊക്കെ കൂട്ടായ്മ വല്ലാതെ കുറഞ്ഞു പോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കൂട്ടായ്മകളൊക്കെ വീണ്ടെടുക്കാൻ വായനശാലകളുടെയും ക്ലബ്ബുകളുടെയും ഒക്കെ വാർഷികങ്ങളൊക്കെ ഇല്ലാതായി പോയ ഒരു കാലത്ത് നമുക്ക് കൂടിച്ചേർന്നിരിക്കാനും വർത്തമാനം പറയാനും പല കാര്യങ്ങളും പങ്കുവയ്ക്കാനും കല ആസ്വദിക്കാനും നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയുള്ള ഒരു ദിവസമായി നമ്മളുടെ വിദ്യാലയങ്ങളുടെ വാർഷികങ്ങൾ മാറുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും 2 വാക്ക് സംസാരിക്കാനും സാധിച്ചതിലുള്ള ഏറെ വലിയ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.